വിൻ അഗ്രികോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വാട്ടർ ടാങ്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കായി ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കുകൾ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നു. ഈ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. പലരും ടാങ്ക് അഴിച്ചെടുത്താണ് ക്ലീൻ ചെയ്യുന്നത്. മാത്രമല്ല, ഉയരമുള്ള സ്റ്റാൻഡുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നവ അഴിച്ചെടുക്കുക എന്നത് ചിലവേറിയ ജോലിയുമാണ്. സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ അല്പം ശ്രദ്ധിച്ചാൽ ഇതിനുള്ള ശാശ്വത പരിഹാരമാകും. ഇതിൻ്റെ നിർമ്മാണ രീതിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിനായി മിനിമം 30 സെൻറ്റിമീറ്റർ എങ്കിലും ഉയരത്തിലുള്ള ഒരു സ്റ്റാൻഡ് നിർമ്മിക്കണം. സ്റ്റാൻഡിൻ്റെ സെൻറ്റർ ഭാഗം 3 സെൻറ്റിമീറ്റർ കോണിക്കൽ ആയിട്ടുള്ള ചെരിവോടുകൂടി വേണം നിർമ്മിക്കാൻ. വീഡിയോയിൽ കാണുന്നത് പോലെ ടാങ്കിൻ്റെ അടിഭാഗം ഒരു 3 സെൻറ്റിമീറ്റർ വേരിയേഷൻ കാണാം. ഈ ഒരു ഓപ്ഷനാണ് ടാങ്കിൽ നിന്നും വെള്ളത്തിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത്. ടാങ്കിൻ്റെ സെൻറ്ററിൽ ഒരു ഡ്രെയിൻ ഔട്ട് വാൽവ് ഇതിനായി ഘടിപ്പിക്കേണ്ടതുണ്ട്. വാഷ് ബേസിനുള്ളിൽ ഉപയോഗിക്കുന്ന ഡ്രെയിൻ ഔട്ട് കപ്ലിംഗ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് 1.25 ഇഞ്ച് 1.5 ഇഞ്ച് സൈസുകളിൽ ലഭ്യമാണ്. ഹോൾസ് നിർമ്മിക്കുമ്പോൾ കപ്ലിങ്ങിൻ്റെ സൈസ് കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് കൃത്യമായി തന്നെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. വാട്ടറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണക്ടർ പിടിപ്പിച്ചതിന് ശേഷമുള്ള ടാങ്കിൻ്റെ ഉൾവശം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ രീതിയും അതിനുപയോഗിക്കേണ്ട പൈപ്പുകളുടെ സൈസുകളെക്കുറിച്ചും നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 75 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള സ്റ്റാൻഡാണ്. ചിലവ് കുറയ്ക്കുന്നതിനു വേണ്ടി മിനിമം 30 സെൻറ്റിമീറ്റർ ഹൈറ്റെങ്കിലും മതിയാകും. ഇനി കൂടുതൽ ഉയരത്തിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് സ്റ്റാൻഡിൻ്റെ മെറ്റീരിയൽസ് വ്യത്യാസപ്പെടുത്തേണ്ടതാണ്. വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന GI പൈപ്പുകളുടെ സൈസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാൻഡ് നിർമ്മിക്കുമ്പോൾ കോണിക്കലായിട്ട് ചെയ്യേണ്ട സ്ലോപ്പ് ഏരിയ റെഡ് മാർക്കിൽ കാണിച്ചിരിക്കുന്നു. സ്റ്റാൻഡ് വെൽഡ് ചെയ്തതിന് ശേഷം 2 കോട്ട് അപ്പോക്സി പ്രൈമറും പെയിൻറ്റും അടിച്ചു കൊടുക്കേണ്ടതാണ്. തുരുമ്പ് പിടിക്കുന്നതിനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് നിർബന്ധമായും ഇത് ചെയ്യേണ്ടതാണ്. ഇനി ഈ ടാങ്കിലേക്ക് വെള്ളം ഇൻലെറ്റ് കൊടുക്കുന്നതിൻ്റെ രീതി നോക്കാം. ഇതിനായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 3/4 ഇഞ്ച് പൈപ്പ് ജോയിൻ ചെയ്ത് നിർമ്മിക്കുക. ഇത് 750 ലിറ്റർ ടാങ്കാണ്. അതിനു വേണ്ടിയുള്ള സൈസ് 45 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. ടാങ്കിൻ്റെ ക്യാപ്പിൽ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഈ യൂണിറ്റ് ഫിക്സ് ചെയ്യുക.
ഇത് ടാങ്കിൻ്റെ അടിവശത്തു നിന്നും 20 സെൻറ്റിമീറ്റർ മുകളിലാക്കി വേണം പിടിപ്പിക്കാൻ. മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ ടാങ്കിലേക്ക് വരുന്ന വെള്ളം ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എപ്പോഴും വെള്ളത്തിലുണ്ടാകുന്ന ഖരമാലിന്യങ്ങൾ അടിഭാഗത്താണ് സ്റ്റോർ ആവുന്നത്. വെള്ളം റൊട്ടേറ്റ് ചെയ്യുന്നത് മൂലം വേസ്റ്റ് സെൻട്രൽ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും അവ ഡ്രെയിൻ ഔട്ട് വഴി താഴേക്ക് പോകുകയും ചെയ്യുന്നു. ഇത് പൈപ്പിൻ്റെ ഉൾഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നത് മൂലം വെള്ളത്തിലേക്ക് വേസ്റ്റ് മിക്സ് ആവുകയുമില്ല. അതുപോലെ തന്നെ ഓരോ തവണ മോട്ടോർ പമ്പ് ചെയ്യുമ്പോഴും വെള്ളം ടാങ്കിൽ ഇതുപോലെ റൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ടാങ്കിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ അഴുക്ക് ഡെപ്പോസിറ്റ് ആകുന്നത് തടയുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള ക്ലീനിങ് ഉപകരണങ്ങളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 1000 മുതൽ 2000 വരെ വിലയുള്ള ഇവ വാങ്ങി ഉപയോഗിച്ചാലും അഴുക്കുവെള്ളത്തിൻ്റെ പൂർണ്ണമായും പുറത്തേക്ക് കളയാൻ സാധിക്കുകയുമില്ല. നിലവിലുള്ള എല്ലാ പ്ലാസ്റ്റിക് ടാങ്കുകൾക്കും ഈ ടൈപ്പ് സ്റ്റാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ടാങ്കിൻ്റെ ബോട്ടം സ്ലോപ്പ് എത്ര കൊടുക്കണമെന്നുള്ളത് കൃത്യമായിരിക്കണം. അതിനായി ടാങ്ക് കമിഴ്ത്തി വെച്ചതിന് ശേഷം ഒരു സ്ട്രൈറ്റ് പൈപ്പ് ക്രോസ് വെച്ച് ടാങ്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി എത്ര എന്നത് മനസ്സിലാക്കുക. അതേ സ്ലോപ്പിൽ തന്നെ സ്റ്റാൻഡിൻ്റെ ടോപ്പ് ഭാഗം സെറ്റ് ചെയ്യുക. ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ലീക്ക് വരാത്ത രീതിയിൽ കൃത്യമായി ചെയ്യുക. ഡ്രെയിൻ വാൽവ് തുറന്നതിന് ശേഷമുള്ള വീഡിയോ കാണുക. ടാങ്കിൽ ഒട്ടും വെള്ളം അവശേഷിക്കാതെ എല്ലാം പുറത്തേക്ക് പോകുന്നത് കാണാം. സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് 3 സെൻറ്റിമീറ്റർ അകലത്തിൽ കൊടുത്തിട്ടുള്ള കോണിക്കൽ ഷേപ്പ് ധാരാളം മതി ടാങ്ക് ഫുൾ ഡ്രെയിൻ ഔട്ടാകുവാൻ. മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ ടാങ്കിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റ് ടാങ്കിൻ്റെ സെൻട്രലിൽ പിടിപ്പിച്ചിരിക്കുന്ന ഡ്രെയിൻ ഔട്ട് വഴി താഴേക്ക് പോവുകയും അത് പൈപ്പിൽ സ്റ്റോർ ആകുകയും ചെയ്യുന്നു. വാൽവ് തുറക്കുമ്പോൾ വെള്ളത്തോടൊപ്പം ഇത് പുറത്തു പോകുന്നതും കാണാം. ഈ ഡ്രെയിൻ പൈപ്പിനെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം വാൽവ് പിടിപ്പിച്ചാൽ താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വാൽവ് തുറന്ന് ടാങ്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. സാധാരണ ടാങ്കുകളിൽ എല്ലായ്പ്പോഴും വേസ്റ്റ് വെള്ളത്തിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്നു. ഓരോ പ്രാവശ്യം മോട്ടോർ ഓൺ ചെയ്യുമ്പോഴും അത് മൊത്തത്തിൽ കലങ്ങുന്നു. എന്നാൽ ഈ സിസ്റ്റത്തിൽ വേസ്റ്റ് എപ്പോഴും ടാങ്കിൻ്റെ ഡ്രെയിൻ പൈപ്പിൽ അടിഞ്ഞുകൂടുന്നതിനാൽ വെള്ളത്തിൽ വീണ്ടും മിക്സ് ആകുന്നില്ല. കിണറ്റിൽ നിന്നും ലഭിക്കുന്ന ശുദ്ധജലം ക്ലീൻ ചെയ്യാൻ സാധിക്കാത്ത ടാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് മലിനമാക്കിയാണ് ഇപ്പോൾ ഉപയോഗിച്ചു പോരുന്നത്. ഈ ഒരു ടാങ്ക് സ്റ്റാൻഡ് സിസ്റ്റം അതിന് ഒരു ശാശ്വത പരിഹാരം ആകുന്നു എന്നത് ഉറപ്പായ കാര്യമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കുകളിൽ ശക്തമായ വെയിൽ മൂലം ടാങ്ക് ചൂടാവുകയും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ടോക്സിൻ വെള്ളത്തിൽ കലരുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള പരിഹാരവും ടാങ്കിൽ ഫിൽട്ടർ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ വിൻ അഗ്രികോം.